അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഞാൻ ഇന്ന് നല്ലൊരു അമൽ പറഞ്ഞു തരാം. നിങ്ങളിൽ പലരും ഇതുപോലെ ചെയ്യുന്നുണ്ടാവും. എങ്കിലും ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി തരാം. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അമൽ ചെയ്യാം. ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയ ഒരു അമൽ തന്നെയാണ്. നമ്മുടെ മുത്ത് ഹബീബിനെ നമ്മൾ സ്നേഹിച്ചാൽ മുത്ത് ഹബീബ് നമ്മളെയും സ്നേഹിക്കും. അതുപോലെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടും. നമ്മുടെ 10 നന്മകൾ ഉയർത്തും, 10 പാവങ്ങൾ പുറത്തു തരും എന്നൊക്കെ പറയുന്നത് സത്യമാണ്. നമുക്ക് സലാത്ത് ചൊല്ലിയാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും അതിനുള്ള പ്രതിഫലങ്ങൾ. സ്വലാത്ത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും നമ്മൾ തിടുങ്ങിപ്പോയി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണാതെ ആയിപ്പോയി, ഈ ഒരു അവസരങ്ങളിൽ നമ്മൾ പെട്ടെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് നബിയുടെ ഹളറത്തിലേക്ക് ഒരു 313 സ്വലാത്ത് നേർച്ച വെക്കുക. നിങ്ങളെ കൊണ്ട് ഏതാണോ ചൊല്ലാൻ കഴിയുന്നത്, എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്നത് നേർച്ച വെച്ചിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലി തുടങ്ങുക. അപ്പം തന്നെ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് അത് നടന്നു കിട്ടും. ഏത് സ്വലാത്ത് ആയാലും നിങ്ങൾക്ക് ഫലം കിട്ടും. നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടിയായിട്ട് ഫലം കിട്ടും. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ദിവസം ഉപ്പ ഇവിടെ സൈക്കിൾ നിർത്തിയിട്ട് എന്നോട് ഷാർട്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ട് പോയതാണ്. അപ്പോൾ ഞാനതിനെ എന്നോട് എന്തോ ഒരു വശത്താൽ മറന്നുപോയി. അപ്പോൾ അത് കുറച്ച് ദിവസം ഒരാഴ്ച അങ്ങനെ ഷാർട്ടാക്കാതെ ആയിപ്പോയി. കൈക്ക് വെച്ചിട്ട് പിന്നെ ഷാർട്ടാക്കാനും മറന്നും പോയി. അങ്ങനെ ഷാർട്ടാക്കാതെ ഇരുന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഷാർട്ടാക്കാൻ ചാവിയിട്ടെടുത്തപ്പോൾ പതിവ് പോലെ ഷാർട്ടാക്കാൻ നോക്കിയപ്പോൾ ഇത് ഒരു കോലം കൊണ്ട് ഇത് ഷാർട്ടാവുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഷാർട്ടാവുന്നില്ല, സ്റ്റിക്കറടിക്കാനും പറ്റുന്നില്ല. ആകെ ബുദ്ധിമുട്ടില്ലായി. ഇതെങ്ങനെ ഷാർട്ടാക്കും ഉപ്പനോട് പറഞ്ഞാലാണ് എനിക്ക് ഒട്ടും വഴക്കും കിട്ടും. അപ്പോൾ ഞാൻ അയൽവാസിനെ വിളിച്ച് കൊണ്ടുവന്നു. അവർക്കും ഇത് ഷാർട്ടാക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം നമുക്ക് ഷോപ്പിന് പണിക്കാരെ കൊണ്ടുവന്ന് നന്നാക്കിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സിലാണെങ്കിൽ ഫുള്ള് ടെൻഷനും, ഇതിനെന്താളീ പറ്റിയത് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രാവിലെ എണീറ്റ ഉടനെ ഒരു സൈക്കിൾ ഒന്നും കൂടി ഷാർട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിൽ തോന്നിയത് നബിയുടെ ഹളറത്തിലേക്ക് സലാത്ത് നേർച്ചയാക്കാൻ. നബിയുടെ ഹളറത്തിലേക്ക് ഒരു 313 സലാത്ത് നേർച്ചയാക്കി അത് ചൊല്ലി തുടങ്ങി. അങ്ങനെ നേരെ സൈക്കിളിൻ്റെ അടുത്ത് പോയിട്ട് സൈക്കിൾ ഷാർട്ടാക്കി. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു പണിക്കാരനും വന്നിട്ട് ആ ഒരു സൈക്കിൾ നന്നാക്കി തന്നിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. തലേ ദിവസം ഒരുപാട് പേര് ശ്രമിച്ചിട്ട് ഷാർട്ടാവാതിരുന്ന സൈക്കിൾ പെട്ടെന്ന് അത്ഭുതത്തോടെ ചാവിയിട്ട് ഓണാക്കിയപ്പോൾ ഒരൊറ്റ ഞെക്കയിൽ തന്നെ സൈക്കിൾ അത്ഭുതത്തോടെ ഷാർട്ടായി. അൽഹംദുലില്ലാഹ്. ഈ ഒരു സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ ഞങ്ങളതിലൊന്നും ചെയ്തിട്ടില്ല. സലാത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നമുക്ക് എവിടെയും സലാത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും, കാവലായിട്ട്. എല്ലാവരും മുറുകെ പിടിക്കുക. ആഗ്രഹങ്ങൾ നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്.